ഹലോ എവ്രി വൺ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയെടുത്ത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടുന്നതാണ്. ഓക്കെ, നിങ്ങളെ കോടീശ്വരനാകാൻ സഹായിക്കുന്ന 7 രഹസ്യങ്ങളാണ് ടീച്ചർമ്മ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. കോടീശ്വരന്മാരുടെ ഈ ശീലങ്ങൾ നമ്മളെയും കോടീശ്വരനാകാൻ സഹായിക്കും. ആ രഹസ്യം അറിയാനായിട്ട് എല്ലാവരും റെഡി അല്ലേ? ഈ ക്ലാസ് ഫുള്ളായിട്ട് കാണുക. എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. നമുക്കറിയാം, സമ്പത്തുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ 99.99% പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഇത് പറയുന്നത്. പലർക്കും ഇതിനോട് വിയോജിപ്പുണ്ടാവും. അങ്ങനെ സമ്പത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മിക്കവാറുമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു സമ്പത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, നമ്മൾ സത്യത്തിന്റെ പാതയിലൂടെ ധാരാളം സമ്പത്ത് സൃഷ്ടിക്കുക, അതിലൂടെ നമ്മൾ ഈ ലോകത്തിന് നന്മ ചെയ്യുക. നമ്മൾ നോക്കുമ്പോൾ സമ്പന്നൻ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ സമ്പന്നനായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ പാവപ്പെട്ടവൻ ഓരോ ദിവസം കഴിയുന്തോറും പാവപ്പെട്ടവനായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണിതെന്ന്? കാരണം സമ്പന്നൻ നിരന്തരം ചിന്തിക്കുന്നത് അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയാ. പാവപ്പെട്ടവന് അവന്റെ ആ കടബാധ്യതയെ പറ്റിയും പ്രശ്നങ്ങളെ പറ്റിയും അവനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരറിയാതെ അവർ കൂടുതൽ കൂടുതൽ കടബാധ്യത അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിനെ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സമ്പത്ത് ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് അത് വളരെ എളുപ്പമാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ശരിയല്ലേ? സമ്പന്നരുടെ ആ 7 ശീലങ്ങൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കും സമ്പത്ത് നേടാൻ കഴിയുന്നതേ ഉള്ളൂ. പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്യുവർ സൈക്കോളജിയാണ്. നമ്മൾ ശരിക്കും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും സമ്പത്ത് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, സമ്പന്നന്മാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഹാവ് എ റിച്ച് മൈൻഡ് സെറ്റ്. അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിച്ച് മൈൻഡ് സെറ്റ് ആണ്. അവർക്ക് സമ്പത്ത് ഉള്ളത് കൊണ്ട് തന്നെ അവരെപ്പോഴും കൂടുതൽ കൂടുതൽ സമ്പത്ത് ആകർഷിക്കുന്നതിനെ കുറിച്ച്, സമ്പത്ത് കൂടുതൽ കൂടുതൽ നേടുന്നതിനെ കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുന്നത്. അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പ്യുവർ റിച്ച് മൈൻഡ് സെറ്റ് ആയിരിക്കും. സമ്പന്നർ എപ്പോഴും സമ്പൽ സമൃദ്ധിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അവര് ഇല്ലായ്മയിലേക്ക് ഒരിക്കലും ഫോക്കസ് കൊടുക്കാറേയില്ല. നമുക്കറിയാം, സമ്പത്തുണ്ടെങ്കിലേ ആളുകൾ നമ്മളെ ബഹുമാനിക്കുകയുള്ളൂ. ശരിയല്ലേ? എന്റെ എക്സാമ്പിൾ വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. സമ്പത്ത് ഇല്ലാതിരുന്ന സമയത്ത് ഒരു മനുഷ്യര് വാല്യൂ തരാതിരുന്ന ഒരു വ്യക്തിയാണ്. നേരെ മറിച്ച് ഇപ്പോ സമ്പത്ത് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരികയാണ്. എല്ലാവരും റെസ്പെക്ട് തരുന്നു. നമ്മളൊരു ആരുടെങ്കിലൊക്കെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവരുടെ ആ ഒരു പെരുമാറ്റം നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല. അത്രയും ഒരു റെസ്പെക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. സമ്പത്ത് നേടാനായിട്ട്, അല്ലെങ്കിൽ സമ്പത്ത് നേടാനായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ നമ്മുടെ ചാനലില് ടീച്ചറമ്മ മണി അഫർമേഷൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? മണി അഫർമേഷൻസ് കേൾക്കാം. മണി അഫർമേഷൻസ് കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുന്നേ മുതൽ ടീച്ചറമ്മ കേൾക്കാൻ തുടങ്ങിയതാണ്. ശരിക്കും മണി അഫർമേഷൻസ് കേൾക്കുന്നവരുടെ റിസൾട്ട് ആ വീഡിയോയ്ക്ക് താഴെ തന്നെ ഓരോരുത്തരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവര് ടീച്ചറമ്മേ ഞാൻ 7 ലക്ഷം മാനിഫെസ്റ്റ് ചെയ്തു, 5 ലക്ഷം മാനിഫെസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന സക്സസ് സ്റ്റോറീസ് ഒരുപാട് കാണാം. നിങ്ങൾ ആ മണി അഫർമേഷൻസ് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ശീലമൊക്കെ. കാരണം സമ്പന്നന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും? കൂടുതൽ കൂടുതൽ പണത്തിലേക്ക് ഫോക്കസ് കൊടുക്കാനായിട്ട് ഒരുപാട് അഫർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ആ ഒരു അഫർമേഷൻസ് എല്ലാ ദിവസവും കേൾക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സമ്പന്നന്മാരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? അവര് സമ്പത്തുണ്ടാക്കാനുള്ള വിദ്യകൾ പഠിച്ചുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് സമ്പന്നനല്ലാത്ത ഒരാളോട് നമ്മൾ പറയാണ് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയാ എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവര് അതിനു വേണ്ടിയിട്ട് കാശ് ചെലവാക്കാൻ, ബാക്കി എല്ലാത്തിനും അവർ കാശ് ചെലവാക്കും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ ഒരിക്കലും നല്ല പുസ്തകങ്ങൾ വായിക്കാനോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ ഒന്നും അവർ ശ്രമിക്കാറില്ല. അതുപോലെ സമ്പന്നന്മാരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ സേവ് ആൻഡ് ഇൻവെസ്റ്റ് ബിഫോർ സ്പെൻഡിങ്. അവര് ചെലവാക്കുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യും? സേവ് ചെയ്ത് വെക്കും.
അതുപോലെ തന്നെ അവര് ഇൻവെസ്റ്റ് ചെയ്യും. ദേ സേവ് അറ്റ്ലീസ്റ്റ് 20% ഓഫ് ദെയർ ഇൻകം. അവരുടെ വരുമാനത്തിന്റെ 20% അവരെന്ത് ചെയ്യും? അവരുടെ സമ്പത്ത് സേവ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ സമ്പന്നര് സ്റ്റോക്സിലും റിയൽ എസ്റ്റേറ്റിലും ബിസിനസ്സിലും ഒക്കെ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ ചില ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന പലരും അന്നന്ന് ജോലിക്ക് പോയി കിട്ടുന്ന പൈസ എന്ത് ചെയ്യും? അന്നന്ന് പൊട്ടിച്ച് തീർക്കുന്നതായിട്ട് കാണാം അല്ലെ? ഇവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ബിവറേജ് ഉണ്ട്. അപ്പൊ അവിടെ ഞാൻ നോക്കുമ്പോൾ ഈ അന്നന്ന് ജോലിക്ക് പോകുന്നവര് ആ കിട്ടുന്ന പൈസ അവിടെ കൊണ്ടുവന്ന് കൊടുത്ത് അന്നത്തെ ആ ഒരു ദിവസം എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് അടിച്ചു പൊട്ടിച്ചത് അങ്ങ് തീർക്കും. പിന്നെ ഭാവിയിലേക്ക് നീക്കി വെക്കുന്ന ഒരു പരിപാടിയേ ഇല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് വരുന്ന സമ്പത്തില് ഒരു ഭാഗം നമ്മൾ തീർച്ചയായിട്ടും സേവ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ മനസ്സിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്തെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ചെറുപ്പകാലത്തില് നമ്മുടെ മനസ്സിൽ കയറി കൂടിയിട്ടുള്ള ഒരുപാട് ലിമിറ്റിംഗ് ബിലീവ്സ് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ ശരിക്കും സമ്പത്ത് വരാനായിട്ട് പാടായിരിക്കും. അപ്പൊ നമ്മൾ മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കണം. നമ്മുടെ ചിന്താഗതികൾ മാറണം, നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറണം. എപ്പോഴും പണത്തെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ കാണാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് പണം അട്രാക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പണത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സമ്പന്നർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവര് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവര് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും, റിയൽ എസ്റ്റേറ്റില്, അല്ലെങ്കിൽ അവര് റോയാലിറ്റി ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സമ്പന്നരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ സറൗണ്ട് ദംസെൽസ് വിത്ത് സക്സസ്ഫുൾ പീപ്പിൾ. ജീവിതത്തിൽ വിജയിച്ച ആളുകളുമായിട്ടായിരിക്കും അവരെപ്പോഴും കൂട്ടുകൂടുന്നത്. പലരും പറയാറുണ്ട്, ടീച്ചറമ്മ വിജയിച്ച ആളുകളുമായിട്ട്, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുമായിട്ട് ഞങ്ങൾക്ക് കൂട്ടുകൂടണം, പക്ഷെ ചുറ്റുമുള്ള ആൾക്കാർ ഭയങ്കര നെഗറ്റീവാ. നമ്മൾ എങ്ങനെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ കണ്ടെത്തുന്നത്? അപ്പോൾ നമ്മുടെ സിൽവർ ക്ലാസ്സിലൊക്കെ വരുന്ന സ്റ്റുഡൻസിന് അറിയാം, ടീച്ചറമ്മ എപ്പോഴും ക്ലാസ്സിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരാറുള്ളൂ. നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള നല്ല കമ്മ്യൂണിറ്റീസിൽ നമ്മൾ അംഗമായിരിക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആളുകൾക്കിടയിൽ നമ്മൾ സഹകരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റും അങ്ങനെയായിരിക്കും. നേരെ മറിച്ച് നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടാണ് സഹകരിക്കുന്നതെങ്കിൽ അവർ നമ്മുടെ മനസ്സിനെ നെഗറ്റീവായിട്ട് റീപ്രോഗ്രാം ചെയ്തുകൊണ്ടേയിരിക്കും. അവരെപ്പോഴും ലൈഫിലെ ഇല്ലായ്മയെക്കുറിച്ചും അവരുടെ ലൈഫിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും കഷ്ടപ്പാടുകളെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ഒരു പഴഞ്ചൊല്ലി പറയാറുണ്ട്, ഇഫ് യു ആർ എമംഗ് 5 ബില്യനേഴ്സ്, നിങ്ങൾ 5 ബില്യനേഴ്സിനിടയിലാണെങ്കിൽ യു ആർ ദ 6th വൺ, നിങ്ങൾ 6ാമത്തെ ബില്യനെയർ ആയിത്തീരും. ഇഫ് യു ആർ എമംഗ് 5 ഇഡിയറ്റ്സ്, നിങ്ങൾ 5 വിഡ്ഢികൾക്കിടയിലാണെങ്കിൽ 6ാമത്തെ വിഡ്ഢി നിങ്ങളായിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ വിജയിച്ച നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്കൊപ്പമാണ് സഹകരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ സമ്പന്നന്മാരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ ലേൺ ഫ്രം മെന്റേഴ്സ്. അവർക്ക് ലൈഫിൽ മെന്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതില് എത്ര പേർക്ക് മെന്റർ ഉണ്ട്? ലൈഫ് ലോങ് മെന്റർ ഉണ്ട്. അപ്പൊ നമ്മുടെ പ്ലാറ്റിനം ഫാമിലിയിലുള്ള സ്റ്റുഡൻസിന് ടീച്ചർമാർ ലൈഫ് ലോങ് മെന്റർ ആണ് അല്ലെ? പലരും അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്ന ഉടനെ ടീച്ചറുമായിട്ടൊന്ന് സംസാരിച്ചു കഴിയുമ്പോൾ ഓക്കെ. അപ്പൊ പലർക്കും ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഓരോ ആവശ്യഘട്ടങ്ങളിൽ നമുക്ക് അല്ലെ, നമുക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ, നമ്മളൊന്ന് ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് തീർച്ചയായിട്ടും ഒരു മെന്റർ വേണം. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർക്കൊരു പേഴ്സണൽ മെന്ററെ വെക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അവര് ഈ സമ്പത്ത് നേടാനായിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, സെമിനാറുകൾ അറ്റൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഇവര് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പുകൾ ഫോം ചെയ്യും. അതുപോലെ തന്നെ ദേ കട്ട് ഓഫ് നെഗറ്റീവ് ആൻഡ് ബ്രോക്ക് മൈൻഡഡ് പീപ്പിൾ. നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കും. നമുക്കറിയാം, എപ്പോഴും നമുക്ക് സമ്പത്ത് നേടണം, വിജയിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം ഈ നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. പലരും പറയും എന്റെ വീട്ടിലുള്ളവർ തന്നെ നെഗറ്റീവാണ്. നമ്മൾ അവരുടെ നെഗറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അത്രയും നമ്മളെ ബിസി ആക്കി വെക്കുക, ഈ ആൾക്കാരുടെ നെഗറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് ജീവിക്കാനായിട്ട്. അപ്പോ നിങ്ങൾക്ക് സമ്പന്നനായി തീരണമെങ്കിൽ അല്ലെങ്കിൽ കോടീശ്വരനാകണമെങ്കിൽ നമ്മൾ സ്പെൻഡ് ടൈം വിത്ത് റിച്ച് ആൻഡ് സക്സസ്ഫുൾ പീപ്പിൾ. നമ്മൾ സമ്പന്നരായിട്ടുള്ള നല്ല ജീവിതത്തിൽ വിജയിച്ച ആളുകളുമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി സമ്പന്നന്മാരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ ലേൺ ഹൈ ഇൻകം സ്കിൽസ്. ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സ്കിൽ അവര് പഠിച്ചുകൊണ്ടേയിരിക്കും.
അപ്പൊ അവര് ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ദേ കണ്ടിന്യൂസ്ലി അപ്ഗ്രേഡ് ദംസെൽസ്. അവരെ തന്നെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അവർ ഇന്നലത്തെ കാട്ടിയും ബെസ്റ്റ് ആകും, ഇന്നത്തെ കാട്ടിയും ബെസ്റ്റ് ആകും, നാളെ അടുത്ത ദിവസം അതിനെക്കാട്ടിയും ബെസ്റ്റ് ആകും. അപ്പൊ ഓരോ ദിവസവും എന്ത് ചെയ്യും, അവരെ തന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിലിരിക്കുന്ന ഓരോരുത്തരും ആലോചിച്ച് നോക്കിയേ, ഞാൻ ഓരോ ദിവസം കഴിയുന്നതോറും എന്റെ ലൈഫിന്റെ ഗ്രാഫ് ഉയർച്ചയിലേക്കാണോ പോകുന്നത്, അതോ എന്റെ ലൈഫിന്റെ ഗ്രാഫ് ഓരോ ദിവസം കഴിയുന്തോറും താഴേക്കാണോ വരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. കാരണം നമുക്ക് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാല് വളരെ ഒരു ഷോർട്ട് ടൈമാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ എത്ര ദിവസം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഉള്ള ദിവസം നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട്, യൂണിവേഴ്സ് പോലും ആഗ്രഹിക്കുന്നത് നമ്മൾ എല്ലാവരും സമ്പന്നന്മാരായിട്ട് തീരണം, നമ്മൾ എല്ലാവരും സമ്പത്തിൽ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പൊ പലർക്കും സമ്പത്ത് നേടാൻ കഴിയാത്തത് അവർ അതിന്റെ ഒരു സൈക്കോളജി പഠിക്കാത്തത് കൊണ്ട്. ആ മനഃശാസ്ത്രം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സീറോ ബാങ്ക് ബാലൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവിടെ നിന്ന് സമ്പത്ത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ പഠിച്ച് ജീവിതത്തിൽ മെല്ലെ മെല്ലെ ഉയർന്നു വന്നു. അപ്പൊ ആർക്കും ആ ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സ്കിൽസ് പഠിക്കുക, അതുപോലെ തന്നെ സെയിൽസ് അറിഞ്ഞൂടെങ്കിൽ സെയിൽസ് പഠിക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക, പബ്ലിക് സ്പീക്കിംഗ് അറിയില്ലെങ്കിൽ അത് പഠിക്കുക, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് വെൽത്ത് മാനേജ്മെന്റ് പഠിക്കുക, ലീഡർഷിപ്പ് ആൻഡ് ബിസിനസ് സ്ട്രാറ്റജി പഠിക്കാം. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ പലർക്കും തോന്നുന്നു എനിക്ക് പഠിക്കാനൊന്നും വയ്യ. നമുക്ക് എങ്ങനെയും അങ്ങ് പെട്ടെന്ന് സമ്പന്നനാകണം എന്ന് നമ്മൾ ചിന്തിക്കും. ശരിക്കും സമ്പന്നനാകുക എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സാണ്, അതൊരു മൈൻഡ് സെറ്റ് ആണ്. നമ്മുടെ മൈൻഡ് സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്ത് നല്ല കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മുടെ മനസ്സിനെ ആ ഒരു ഹൈ പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് സമ്പത്ത് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എനർജി ഹൈ ആയിരിക്കണം. പലർക്കും സമ്പത്ത് നേടാൻ പറ്റാത്തതിന്റെ റീസൺ എന്താണെന്നറിയോ? ഭയങ്കര ലോ എനർജി ആയിരിക്കും. എപ്പോഴും കണ്ണീരും കരച്ചിലും വിഷമവും ലൈഫിൽ സംഭവിച്ച നെഗറ്റീവ് കാര്യങ്ങൾ പറച്ചിലും, ഇങ്ങനെ നെഗറ്റീവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഭയങ്കര ലോ ആ. ലോ ഫ്രീക്വൻസിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഹൈ എനർജിയിലുള്ള സമ്പത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ എനർജി, നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. പലരും പറയാറുണ്ട്, ടീച്ചറമ്മ ചിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് ചിരിക്കണം, എങ്ങനെയാ അതിന് പറ്റാം? അപ്പൊ നമ്മുടെ മനസ്സിനെ ഞാൻ ആദ്യം ചിന്തിച്ചാൽ എന്റെ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്തെടുത്തു. ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതായത് നെഗറ്റിവിറ്റിയുടെ ഒക്കെ എന്താ പറയാ, ഹോൾസെയിൽ ഡീലർ എന്ന് പറയുമ്പോൾ അത്രയും നെഗറ്റീവ് ആയിരുന്നു. ഒരു കാര്യവും ഇല്ലാതെ വെറുതെ ഓരോന്ന് ആലോചിച്ച് കരഞ്ഞ് വിഷമിച്ച് ജീവിച്ചിരുന്ന ആ വ്യക്തിയിൽ നിന്നും ഇന്ന് ഞാൻ അത്രയും ഹൈ പോസിറ്റീവായിട്ട് എപ്പോഴും ഫുൾ ടൈം രാവിലെ എഴുന്നേൽക്കുമ്പോ തൊട്ട് $1 million മോർണിംഗ് റൂട്ടീൻ പ്ലാറ്റിനത്തിന്റെ കൂടെ ആ സമയത്ത് ചിരിക്കാൻ തുടങ്ങുന്ന ചിരി, രാത്രി ഉറങ്ങുന്നിടം വരെ ചിരിച്ചിരിച്ച് ലാസ്റ്റ് ഇവിടെയൊക്കെ വേദന എടുക്കാം. അത്രയും ചിരിയാണ്. ശരിക്കും ആ ഒരു ഹൈ എനർജിയിൽ എപ്പോഴും മനസ്സിനെ ഇങ്ങനെ പോസിറ്റീവ് ആക്കി വെക്കുന്നത് കൊണ്ടാണ്, ഹൈ എനർജിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോ നിമിഷം കഴിയുന്നതോറും കൂടുതൽ കൂടുതൽ സക്സസ് ലഭിക്കുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഹൈ ഇൻകം സ്കിൽസ് നമ്മൾ ജനറേറ്റ് ചെയ്യുക. ആ ഹൈ ഇൻകം സ്കിൽ ഉണ്ടെങ്കിൽ ആ സ്കിൽസ് തീർച്ചയായിട്ടും നമ്മളെ ഒരു കോടീശ്വരനാകാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈ മില്ലനേഴ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്. അവര് കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ തയ്യാറാവും. ഇവര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നല്ല ഐഡിയാസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. പലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പേടിയ, പരാജയപ്പെട്ടുവോ ഈ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണ് പലപ്പോഴും പലരെയും സമ്പത്ത് നേടുന്നതിൽ നിന്നും തടയുന്നത്. അപ്പൊ നമ്മളെ മനസ്സിനെ ഒന്ന് റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കുക. നമ്മുടെ സിൽവർ ക്ലാസ് ഒക്കെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ്, നമ്മൾ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിലേക്ക് എത്തുന്നപ്പോ ഇപ്പം ഇനി ഫെബ്രുവരി ബാച്ചിന്റെ അഡ്മിഷൻ കഴിഞ്ഞു തീരാറായി. നമുക്കിനി അടുത്തത് മാർച്ച് 3-ാം തീയതിയാണ് മാർച്ചില് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ഉള്ളത്. അപ്പൊ അതൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവർ അറ്റൻഡ് ചെയ്ത് ശ്രമം പറയുന്നത് ഓരോന്നും അക്ഷരം പ്രതി പ്രാക്ടീസ് ചെയ്തവരുടെ ലൈഫിൽ മിറാക്കിൾസ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഇന്നലെ നമ്മുടെ ഒരു സ്റ്റുഡന്റ് പറയുണ്ടായി, മാസം 10 ലക്ഷം രൂപ വരുമാനം നേടുക എന്നുള്ളതായിരുന്നു ആളുടെ ലക്ഷ്യം. ഇപ്പൊ അത് 11 ലക്ഷം കഴിഞ്ഞു. ആ ഒരു സന്തോഷം ഷെയർ ചെയ്യുകയുണ്ടായി. ഞാൻ ഒരു സക്സസ് സ്റ്റോറി അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇതുപോലെ ഓരോ സ്റ്റുഡൻസും ലൈഫിൽ മാജിക് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ മാജിക് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മുടെ എനർജി ഹൈ ആയെങ്കിൽ മാത്രമേ, നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആയെങ്കിൽ മാത്രമേ വലിയ സക്സസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. ശരിക്കും പറഞ്ഞ സക്സസ് സ്റ്റോറീസ്, അത്രയും സക്സസ് സ്റ്റോറീസ് ആണ് സ്റ്റുഡൻസിന്റെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ എടുത്ത് യൂട്യൂബിൽ ഇടാം. വയ്യാത്തോട് യൂട്യൂബിൽ ഇട്ടേക്കുന്നതിന്റെ ഒക്കെ 100 ഇരട്ടി സക്സസ് സ്റ്റോറീസ് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് മില്ലനേഴ്സിന്റെ ശീലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മില്ലനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കും. പലർക്കും പറ്റുന്ന അബദ്ധം എന്താണെന്നറിയോ? ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എടുത്തങ്ങ് ചാടും. ചാടി കഴിഞ്ഞിട്ട് പിന്നെ
ജാങ്കോ ഞാൻ പെട്ടു എന്നാ തോന്നണേ എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് വ്യക്തമായിട്ട് അവരതിനെക്കുറിച്ച് പഠിക്കും. അതിനുശേഷമേ അവരെ ആക്ഷൻ എടുക്കുള്ളൂ. അതുപോലെ തന്നെ ദേ ഫെയിൽ ഫാസ്റ്റ് ആൻഡ് ലേൺ ഫാസ്റ്റ്. ഈ സമ്പത്ത് ഉണ്ടാക്കിയവർ ശരിക്കും അവർക്കും ജീവിതത്തിൽ പരാജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പരാജയം എന്ന് പറയുന്നത് വിജയത്തിന്റെ ചവിട്ടുപടിയാണ്. ഇപ്പോ ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്പേസ് എക്സിൽ കുറെ തവണ പരാജയപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് അത് സക്സസിലേക്ക് എത്തുന്നത്. അപ്പം പരാജയങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ്. പക്ഷേ ചിലരെന്ത് ചെയ്യും, ആ പരാജയം വരുമ്പോഴത്തേക്ക് പിന്നെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവര് ക്വിറ്റ് ചെയ്യും. ഒരിക്കലും ക്വിറ്റ് ചെയ്യുന്ന ഒരു വിന്നേഴ്സ് ആവില്ല. വിന്നേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ക്വിറ്റ് ചെയ്യില്ല. കളഞ്ഞിട്ട് പോകരുത്, ഞാൻ കഴിവില്ലാത്ത വ്യക്തിയാണ്, എന്നെ കൊണ്ട് പറ്റൂല, എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂല, ഞാൻ എന്ത് ചെയ്താലും പരാജയപ്പെടും. ഇത്തരത്തിലുള്ള നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണ് നമ്മളെ പരാജിതനാക്കുന്നത്. അപ്പൊ ബില്യനേഴ്സ് അല്ലെങ്കിൽ മില്യനേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ഫെയിൽ ഫാസ്റ്റ് ആൻഡ് ലേൺ ഫാസ്റ്റ്. അവര് പരാജയപ്പെടും, പക്ഷെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർ വീണ്ടും അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്കും വിജയിക്കണമെന്ന് തീവ്രമായിട്ടുള്ള ആഗ്രഹമില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലെ ആ ഒരു ബേണിംഗ് ഡിസയർ ഇങ്ങനെ എരിച്ചുകൊണ്ടിരിക്കണം, എനിക്ക് സമ്പന്നാകണം. പലരും ചിന്തിക്കും സമ്പത്ത് നേടണം എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് അല്ലേ, എപ്പോഴും ഇങ്ങനെ മണി മൈൻഡഡ് ആകാൻ പാടില്ല. ശരിക്കും നമ്മൾ മണിയിലേക്ക് ഫോക്കസ് കൊടുത്തെങ്കിലേ നമുക്ക് മണി നേടാൻ പറ്റൂ. അത് സത്യത്തിന്റെ മാർഗത്തിലും നന്മയുടെ മാർഗത്തിലും നല്ല രീതിയിൽ പണം സമ്പാദിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സമ്പന്നന്മാരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഫോളോ എ റിച്ച് ഡെയിലി റൊട്ടീൻ. അവർക്ക് കൃത്യമായിട്ടുള്ള ഡെയിലി റൊട്ടീൻ ഉണ്ട്. അവര് രാവിലെ, അതായത് സക്സസ് തരുന്നത് നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് ആണ്. സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പവർഫുൾ മോർണിംഗ് റൊട്ടീൻ ഉണ്ടാവും. അവര് രാവിലെ 7 മണി വരെ അല്ലെ 8 മണി വരെ മടി പിടിച്ച് കിടന്ന് ഉറങ്ങില്ല. അവര് രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യും, ഒരു പ്രാക്ടീസ് തുടങ്ങും. നമ്മുടെ പ്ലാറ്റിനം ഫാമിലിക്ക് $1 മില്യൺ മോർണിംഗ് റൊട്ടീൻ രാവിലെ ഉണ്ട്. കാര്യം എന്താണ്, അവർ ആ രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കേണ്ടതുകൊണ്ടാണ്. അപ്പൊ ഈ സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മോർണിംഗ് റൊട്ടീൻ ഉണ്ട്. അവർ രാവിലെ എഴുന്നേക്കും. 5 AM ക്ലബ് എന്നൊക്കെ പറയാൻ നിങ്ങൾ കേട്ടില്ല. രാവിലെ എഴുന്നേറ്റ് കൃത്യമായിട്ട് അവര് പ്രാക്ടീസുകൾ ചെയ്യും. അവര് മെഡിറ്റേഷൻ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യും. എന്ത് വന്നാലും മുടക്കില്ല. പക്ഷെ മിക്കവർക്കും മടിയാണ്, ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് മുടക്കാം, നാളെ തൊട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് മുടക്കുന്നത് കാണാം. അപ്പൊ ഇവര് മെഡിറ്റേറ്റ് ചെയ്യും ഡെയിലി. അതുപോലെ അഫർമേഷൻസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവര് വിഷ്വലൈസേഷൻ ചെയ്യും, കൂടുതൽ കൂടുതൽ സമ്പത്ത് വന്ന് ചേരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യും. അതുപോലെ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യും. നമ്മുടെ പ്ലാറ്റിനം ഫാമിലിയിലെ ടീച്ചർ നമ്മൾ കൊടുക്കുന്നത് യോഗയാണ്. 2 ഡോക്ടേഴ്സ് ആണ് യോഗ ട്രെയിനേഴ്സ്. അവരാണ് വന്ന് യോഗ പഠിപ്പിക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും യോഗ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതും ലൈഫ് ടൈമാണ് പ്ലാറ്റിനം മെമ്പേഴ്സിന്. ജീവിതകാലം മുഴുവൻ യോഗ ക്ലാസ് രാവിലെ. എന്ത് അടിപൊളിയാണല്ലേ. അപ്പം ഈ ഒരു സമ്പന്നന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് എല്ലാ ദിവസവും വർക്കൗട്ട്, എക്സസൈസ്, ഇപ്പൊ ഏത് എക്സസൈസ് വേണമെങ്കിൽ, യോഗ വേണമെങ്കിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ജിമ്മിൽ പോകാം, എന്തെങ്കിലും ഒരു വർക്കൗട്ട് അവര് ഡെയിലി ചെയ്യും. പിന്നെ അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ, അവര് വായിക്കും, ഒരുപാട് വായിക്കും, അറിവ് നേടും. അപ്പൊ നമ്മള് വായനയ്ക്ക് സമയം കണ്ടെത്തുക. ശരിക്കും ഗുഡ് റീഡേഴ്സ് ആണ്, ഏറ്റവും നല്ല വായനക്കാരാണ് നല്ല ലീഡേഴ്സ് ആയി മാറുന്നത്. സമ്പത്ത് നേടണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള അറിവ് തരുന്ന പുസ്തകങ്ങൾ വായിക്കുക. അതുപോലെ തന്നെ അവരിങ്ങനെ റിവ്യൂ ഫിനാൻഷ്യൽ ഗോൾസ്, അവരുടെ ഫിനാൻഷ്യൽ ഗോൾസ് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ദേ ടേക്ക് ആക്ഷൻ ഓൺ വെൽത്ത് ആൻഡ് ബിൽഡിംഗ് ടാസ്ക്. അവര് സമ്പത്ത് നേടാനുള്ള ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കും. വെറുതെ ചിന്ത മാത്രമല്ല, അവർക്ക് ആക്ഷനും ഉണ്ടാവും. നിങ്ങൾക്കൊരു സീക്രട്ട് അറിയാമോ? യുവർ ഹാബിറ്റ്സ് ഷേപ്പ് യുവർ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ശീലങ്ങളാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യുക, നല്ല ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. എത്ര പേർക്ക് കൃത്യമായിട്ടൊരു മീ ടൈം ഉണ്ട്? മീ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു ടൈം അല്ലെ. ഇപ്പോ രാവിലെ പ്ലാറ്റിനം മെമ്പേഴ്സ് എന്നോടൊപ്പം ഒരു മീ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്റെ മീ ടൈമിൽ അവരും എന്നോടൊപ്പം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു മീ ടൈം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഉണ്ട് എന്നുള്ളവർ യെസ് എന്ന് കമന്റിൽ ഇടുക. ഓക്കെ. അപ്പൊ ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഹെൽപ്പ് അതേഴ്സ് ഗ്രോ ആൻഡ് സക്സീഡ്. അവർ സ്വയം വളരുകയും ചെയ്യും, അതുപോലെ മറ്റുള്ളവരെ വളരാൻ സഹായിക്കുകയും ചെയ്യും. മില്ലനേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പേർക്ക് ആ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇപ്പൊ ഞാനൊരു എംപ്ലോയി ആയിരുന്നു. എംപ്ലോയിയിൽ നിന്ന് ഇന്നൊരു ഓൺട്രപ്രണർ ആയിട്ട് എത്ര പേർക്കാണ് ഒരു മാസം തൊഴിൽ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവര് സംരംഭകരായിട്ട് മാറുകയാണ്. അപ്പൊ മില്ലനേഴ്സ് ശരിക്കും പറഞ്ഞാൽ കർമ്മയിൽ വിശ്വസിക്കുന്നവരാണ്. അവര് അർഹതപ്പെട്ടവരെ തീർച്ചയായിട്ടും സഹായിക്കും. നമ്മൾ അർഹതപ്പെട്ടവർക്ക് സഹായങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും.
ഇനി ചിലര് ചിന്തിക്കുന്നത് ഈ സമ്പത്ത് നേടുക എന്ന് പറയുന്നത് ഭാഗ്യം കൊണ്ട് വരുന്നതാണ്. ശരിക്കും ഭാഗ്യമാണോ? അങ്ങനെയല്ല. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ സക്സസ്ഫുൾ ആയി പലരും പറയുന്നുണ്ട്, സോറി, പറയുന്നത് കേട്ടു, അവള് രക്ഷപ്പെട്ടത് അവളുടെ സമയം നല്ലതായിട്ടാണ്, അവളുടെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. സമ്പത്ത് എന്നത് ഭാഗ്യം കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, അത് പ്യുവർ മനഃശാസ്ത്രമാണ്. അപ്പം അതീവ സമ്പന്നനാകണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അപ്പൊ ഒരിക്കലും നമ്മളെ വില കുറച്ച് കാണരുത്. എനിക്ക് അതീവ സമ്പന്നനാകാൻ പറ്റില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല എന്നിങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് എല്ലാവർക്കും മനസ്സ് വെച്ചാൽ അതീവ സമ്പന്നന്മാരായി മാറാൻ പറ്റുന്നതേ ഉള്ളൂ. ദൈവവും ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അത്രയും സമ്പന്നരാകണം. നമ്മള് പ്രപഞ്ച ശക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കുക. യൂണിവേഴ്സ് ഓരോ നിമിഷവും നമ്മളെ ഗൈഡ് ചെയ്യാൻ തയ്യാറാണ്. നമ്മള് യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട്. പലരും ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോ ഇങ്ങനെ കരഞ്ഞു വിഷമിച്ച് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് ഇരിക്കുന്നവരുണ്ട്. യൂണിവേഴ്സിനെ മുറുകെ പിടിക്കുക. നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉള്ളപ്പോ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ കരയുന്നത്? നമുക്ക് എല്ലാവർക്കും ഒരുപാട് കഴിവുകളുണ്ട്. നമ്മുടെ കഴിവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ പക്കലുള്ള പണത്തിന്റെ അളവ് നിങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും പരിധി നിർണ്ണയിക്കുന്നു. എത്ര അർത്ഥമുള്ള വരികളാന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ പക്കൽ എത്രത്തോളം പണമുണ്ടോ അതാണ് നമുക്ക് ലഭിക്കുന്ന റെസ്പെക്റ്റിന്റെയും സ്നേഹത്തിന്റെയും പരിധി നിർണ്ണയിക്കുന്നത്. സത്യസന്ധമായ കാര്യമാണ്. കാരണം ഞാനത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട്, അപ്പൊ നമ്മൾ അത്രത്തോളം സമ്പത്ത് നേടണം എന്ന് ചിന്തിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ഇനി പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള തെറ്റുകളിൽ നിന്നും പഠിക്കുക. നോബഡി ഈസ് പെർഫെക്റ്റ്. എല്ലാവർക്കും തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകളിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിക്കും. ഇപ്പൊ ഒരു ബിസിനസ് ചെയ്തു, അത് ഫെയിൽ ആയിപ്പോയി. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പാഠം പഠിക്കാനുണ്ടോ? പാഠം പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അല്ലാണ്ട് ഭയപ്പെട്ടു ഇനി എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡൗൺ ആയിരിക്കാതെ ചാടി എഴുന്നേറ്റ് അടുത്ത ലെവലിലേക്ക് പോകണം. നമ്മളെ കളിയാക്കിയ, നമ്മളെ വേദനിപ്പിച്ച്, നമ്മളെ വിഷമിപ്പിച്ചവരുടെയൊക്കെ മുന്നിൽ അന്തസ്സായിട്ട് എനിക്ക് ജീവിച്ച് കാണിക്കണം, എനിക്ക് വിജയിക്കണം എന്നുള്ള ആ ഒരു ത്വരയുണ്ടല്ലോ. നമ്മുടെ ഓരോ എന്താ പറയാ സ്ഥിരകളിലേക്കും അരിച്ചിറങ്ങണം. അത്രയും നമുക്ക് ആ ഒരു ബേണിംഗ് ഡിസയർ നമുക്ക് വേണം. അത്രയും ആഗ്രഹമുള്ളവർക്ക് മാത്രമേ അതീവ സമ്പത്ത് നേടാൻ പറ്റൂ. ആ ഒരു ചിന്ത വേണം. പലരും വിചാരിക്കും എനിക്ക് സമ്പന്നനാകണം, എന്തെങ്കിലും ലോട്ടറി അടിക്കുമായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും എന്റെ ലൈഫിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് എന്നെ രക്ഷപ്പെടുത്തുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു നല്ല ദിവസത്തെ സ്വപ്നം കണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, നമ്മൾ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാതെ ഒരിക്കലും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ നമ്മളെ വലിയ സമ്പാദ്യത്തിലേക്ക് എത്തിക്കുക. അപ്പൊ ചെറിയ ചെറിയ എമൗണ്ടുകൾ നിക്ഷേപിക്കുക, ഉള്ളതെല്ലാം ചെലവാക്കി കളയാൻ നമ്മൾ ചെറിയ 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 നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അത് നമുക്ക് വലിയ സമ്പത്തിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ ഈ 7 കാര്യങ്ങളും നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു സമ്പന്നന്റേതായിട്ടുള്ള ഓരോ ശീലങ്ങളും സമ്പത്തിലേക്ക് എത്താനായിട്ട് എല്ലാവരെയും സഹായിക്കട്ടെ, എല്ലാവർക്കും കഴിയട്ടെ എന്ന് ടീച്ചറും എല്ലാവരെയും ബ്ലസ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് എവരി വൺ. താങ്ക് യു, ലവ് യു ഓൾ, ബ്ലെസ്സിങ്സ്.